ലോക സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക. അമേരിക്കയുടെ അമരത്ത് ലോക പ്രശസ്ത ബിസിനസ്സുകാരൻ ട്രംപ് വന്നിട്ട് ദിവസങ്ങൾ മാത്രം. ചുമതലയേറ്റ ആദ്യ ദിനം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വാഗ്ദാനങ്ങൾ ഊട്ടിയുറപ്പിച്ചുള്ള നയങ്ങൾ അദ്ദേഹം നടപ്പാക്കി തുടങ്ങി. എതിർക്കുന്ന അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്ന രാജ്യങ്ങൾക്ക് ആദ്യം തന്നെ ഉപരോധ താരിഫ് ഭീഷണി ഉയർത്തി. ചൈന ചായ്വിൽ പ്രതിഷേധിച്ച് ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള പിന്മാറ്റം, പനാമ കടൽ തിരിച്ചുപിടിക്കുമെന്ന മുന്നറിയിപ്പ്, പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറ്റം, അങ്ങനെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന 200ഓളം ഉത്തരവുകൾ ട്രംപിൽ നിന്ന് വന്നു. ആഗോള ശക്തി എന്ന് പറഞ്ഞാണ് ഈ പടപ്പുറപ്പാടെങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിലയില്ലാ കയത്തിൽ നിന്ന് അമേരിക്കയെ കരകയറ്റാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തം. കാരണം ആഗോള സാമ്പത്തിക ശക്തി എന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്ക ഇന്ന് വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കടബാധ്യതയും തൊഴിലില്ലായ്മയും അതിരൂക്ഷമാണ്. അമേരിക്കയിലെ ഏജൻസികൾ തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ പ്രതിസന്ധിയുടെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതാണ്. അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച കാര്യമായ ഇടിവ് നേരിടുന്നുവെന്നാണ് ബ്യൂറോ ഓഫ് ഇക്കണോമിക്സ് അനാലിസിസ് പറയുന്നത്. 2024 US സമ്പദ്ഘടനയുടെ വളർച്ച 1.6% കുറഞ്ഞെന്നാണ് BEAയുടെ റിപ്പോർട്ട്. സാമാന്യം ദീർഘകാലം നിലനിൽക്കുന്ന സാമ്പത്തിക രംഗത്തെ മുരടിപ്പിലാണ് അമേരിക്ക ഇപ്പോഴുള്ളതെന്നും റിപ്പോർട്ട് പറയുന്നു. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അഥവാ GDP, ആകെ വരുമാനം, തൊഴിൽ, വ്യാവസായിക ഉൽപ്പാദനം, ഉപഭോക്തൃ ചെലവ് എന്നിവയിലൊക്കെ ഇതിന്റെ പ്രതിഫലനമുണ്ട്. നിലവിൽ രാജ്യത്ത് നിക്ഷേപം കുറയുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്തു. ഇതാണ് തൊഴിലില്ലായ്മ വർദ്ധിപ്പിച്ചത്. ഇതിനെ മറികടക്കാനാണ് ആഗോള വമ്പൻ എന്ന പ്രതിച്ഛായ നിലനിർത്തി തന്നെ ട്രംപ് ഭീഷണികൾ മുഴക്കുന്നത്. പനാമ കടലിന്റെ നിയന്ത്രണം വീണ്ടെടുക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് ചൈനയോടുള്ള വിരോധമായാണ് ലോകം കാണുന്നത്. എന്നാൽ അതുവഴി കടന്നുപോകുന്ന അമേരിക്കൻ കപ്പലുകളിൽ വൻ തുകയാണ് പനാമ താരിഫായി ഈടാക്കുന്നത്. ലോകത്തെ ചരക്ക് നീക്കത്തിന്റെ നല്ലൊരു ശതമാനവും നടക്കുന്ന പനാമ കനാലിന്റെ നിയന്ത്രണം കിട്ടിയാൽ വലിയ ഫണ്ടാണ് അമേരിക്കയിലേക്ക് എത്തുക. ഇതോടെ സാമ്പത്തികമായും സൈനികമായും രാജ്യം വളരും. അതുപോലെ തന്നെ ചൈന നിയന്ത്രിച്ചു പോകുന്ന ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ സംഘടനയ്ക്കുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കി ആ ഫണ്ട് രാജ്യത്ത് നിലനിർത്തുകയെന്ന തന്ത്രമാണ് അതിന് പിന്നിൽ. നിലവിൽ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് അമേരിക്കയാണ്. നിലവിൽ അമേരിക്കൻ വിപണിയുടെ 60% ചൈനീസ് ഉൽപ്പന്നങ്ങളോ ചൈനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളോ ആണ്. ഈ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയും ഖജനാവ് നിറയ്ക്കാം. ഒപ്പം തീരുവ കാരണം ചൈനീസ് ഇറക്കുമതിയിൽ ഉണ്ടാകുന്ന കുറവ് നിയന്ത്രിച്ച് USA ഉൽപ്പാദനം കൂട്ടുകയും ചെയ്യാമെന്നാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി വിവിധ രാജ്യങ്ങൾ ഒപ്പിട്ട പാരീസ് ഉടമ്പടിയിൽ നിന്ന് വീണ്ടും പിന്മാറാനുള്ള ട്രംപിന്റെ നടപടിക്ക് പിന്നിൽ അമേരിക്ക ഒരു വ്യവസായ രാജ്യമായി മാറുന്നതിൽ തടസ്സം നീക്കാനാണ്. എണ്ണ, പ്രകൃതിവാതക ഉൽപ്പാദനം പരമാവധിയാക്കി അത് വിറ്റ് കാശാക്കാനുള്ള ലക്ഷ്യവും ട്രംപിനുണ്ട്. ഇത് സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കാനാണ് ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കാൻ പോകുന്നത്. ഒടുവിലായി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോട് സംസാരിച്ചതാകട്ടെ ആയുധ ഇടപാടിനെ കുറിച്ചാണ്. അമേരിക്ക വിൽക്കുന്ന പ്രധാന ഉൽപ്പന്നം ആയുധങ്ങളാണ്. ഏഷ്യൻ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് വർധനയും ഇതിനോട് ചേർത്ത് വായിക്കാം. ഇതെല്ലാം ചേർത്താണ് അമേരിക്ക ഫസ്റ്റ് എന്ന നയം കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചത്.